ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചില സംഭാഷണങ്ങളാണ് കേട്ടോ. ഈ വാക്കുതർക്കങ്ങൾ അല്ലേ ഉണ്ടാവുമല്ലോ, ഒന്നും രണ്ടും പറഞ്ഞാണല്ലോ തർക്കം തുടങ്ങുന്നത്. മിക്കവാറും വരുമാനം അതായിരിക്കും സംസാര വിഷയമാവുക. ഭർത്താവിൻ്റെ ചോദ്യം, നിൻ്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു, അത് തരാമെന്ന് പറഞ്ഞു തന്നു, ഇത് തരാമെന്ന് പറഞ്ഞു തന്നു, അങ്ങനെ ഇങ്ങനെ പോകുന്നു നീണ്ട പട്ടിക. അപ്പോൾ ഭാര്യ എന്ത് പറയും? ഇല്ല, തരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും തരാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ കൊണ്ടാവുന്നത് കഴിഞ്ഞു. ആരെ? മാതാപിതാക്കളെ കൊണ്ട് കഴിയുന്നത് അവർ തന്നിട്ടുണ്ട്. അതിനപ്പുറം നിങ്ങൾ ആഗ്രഹിക്കുന്ന തെറ്റല്ലേ, അല്ലേ? പിന്നെ ഈ പയ്യൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും കൂടെയുണ്ട്. അച്ഛനൊരു സ്വാർത്ഥതയും പണക്കൊതിയും മൂത്തത്തിനാണ് കേട്ടോ. സ്വത്ത് പെൺകുട്ടിയുടെ സ്വത്തും അതിനനുബന്ധിച്ചുള്ള സാമ്പത്തികവും ഒക്കെയാണ് പുള്ളിയുടെ വരുമാനം. ശ്രദ്ധ പുള്ളിയുടെ കണ്ണ് അതിനകത്താണ്. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറഞ്ഞ മാതിരി ഈ പുള്ളിയുടെ കണ്ണ് ഇതിനകത്താണ്. സംഭവം കല്യാണം കഴിഞ്ഞു, കുഞ്ഞുങ്ങളൊക്കെ ആയി, ഇങ്ങനെ ജീവിതം തുടങ്ങുകയാണ്. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ആദ്യം ചീത്ത പറയുക പെണ്ണിൻ്റെ വീട്ടുകാർക്കാണ് കേട്ടോ. അത് പ്രത്യേകിച്ചും പെൺകുട്ടിയുടെ വീട്ടിലൊരു ഗൃഹനാഥൻ എന്ന് പറഞ്ഞൊരാളില്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ശരിയാക്കി വിടും, തല കുത്തനെയാക്കും. നമ്മൾ പറഞ്ഞു കേട്ടില്ല, അങ്ങനെ ഒരു ഐറ്റം എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സംസാര രീതി ഇങ്ങനെയാണ്. എൻ്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, എൻ്റെ മറ്റൊരു മുഖം നീ കണ്ടിട്ടില്ല. അത് ഭയങ്കര ഭീകരമാണ്. മുഖവും മനസ്സും ഭയങ്കര ഭീകരമാണ്. എന്ന് വെച്ചാൽ പെൺകുട്ടി എന്തിനും തയ്യാറായി കൊള്ളുക, ചിലപ്പോൾ കൊന്നെന്നിരിക്കാം. അങ്ങനെ ഒരു മുഖം. പിന്നെ നിൻ്റെ വീട്ടിൽ കയറിനിറങ്ങാൻ എനിക്ക് അറിഞ്ഞിടാഞ്ഞിട്ടല്ല, മേയാൻ എനിക്ക് അറിഞ്ഞിടാഞ്ഞിട്ടല്ല, എല്ലാത്തിനും ഞാൻ ശരിയാക്കും. ഒന്നും പറയത്തില്ല. നിയമം പോലും ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും, പോലീസ് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. നിയമമൊക്കെ ഇങ്ങനെ എഴുതി വച്ചിട്ടേ ഉള്ളൂ, അതൊന്നും പ്രാബല്യത്തിൽ വരത്തില്ല, അല്ലെങ്കിൽ അവരത് നടപ്പിലാക്കത്തില്ല. ഞങ്ങൾ പറയുന്നത് അവർ കേൾക്കത്തുള്ളൂ. അച്ഛൻ്റെയും മോൻ്റെയും അഹങ്കാര വർത്തമാനം ഇങ്ങനെയാണ്. ഈ പെൺകുട്ടിക്ക് പിന്നെ വാതർക്കം തോന്നുമോ ഇല്ലയോ? ഉൾപ്പെടെയുള്ള കുട്ടിയാണെങ്കിൽ അവിടെ മിണ്ടാണ്ടിരിക്കും, അല്ലാത്തതാണെങ്കിൽ ഓഡിയോ റെക്കോർഡ്